തലസ്ഥാനം യുദ്ധക്കളമായതാണ് നമ്മൾ കണ്ടത്. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് ഒന്നാം പ്രതി. പൊതുമുതൽ നശിപ്പിച്ചു എന്നതടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. എം.എൽ.എമാരായ ഷാഫി പറമ്പിൽ, എം വിൻസെന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരും കേസിൽ പ്രതികളാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പ്രതിപക്ഷ നേതാവ് ഒന്നാം പ്രതിയാകുന്നു, പൊതുമുതൽ നശിപ്പിച്ച വകുപ്പടക്കം ചുമത്തുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഉന്മേഷ്, ഈ നവകേരള സദസ്സ് അതിലുയർന്ന പ്രതിഷേധ സമരങ്ങളെ അടിച്ചമർത്തിയുള്ള സർക്കാർ രീതി, ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ചിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം നിരവധി നേതാക്കൾക്കും അതേപോലെ 30ഓളം നേതാക്കളെ അടക്കം പ്രതിയേർത്ത് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതൊരു രാഷ്ട്രീയ സന്ദേശമായി നമുക്ക് കാണാം. കാരണം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നവകേരള സദസ്സ് ആദ്യ വേദിയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് മറുപടി നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകുന്ന സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. വി.ഡി. സതീശൻ, ഷാഫി പറമ്പിൽ, എം വിൻസെന്റ്, രാഹുൽ മാങ്കൂട്ടത്തിലടക്കം 30 പേരെ പ്രതിയേർത്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 300-ലധികം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെയുള്ള ജാമ്യമില്ലാ കുറ്റമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുള്ളത്. ഉന്മേഷ്, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ തലസ്ഥാനത്ത് ഇന്ന് തെരുവ് യുദ്ധമാണ് കണ്ടത്. പരമാവധി സംയമനം പാലിച്ച പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ ഒടുവിൽ ലാത്തിവീശി. സംഘർഷത്തിൽ നിരവധി പോലീസുകാർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു. പോലീസ് വാഹനങ്ങളും തല്ലിത്തകർത്തു. സമരം ചെയ്യുന്ന പ്രവർത്തകരെ കയ്യേറ്റം ചെയ്താൽ എണ്ണി തിരിച്ചടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. പോലീസുകാരെ ആക്രമിച്ചതിനും പോലീസ് വാഹനം തകർത്തതിനും കേസെടുത്തു. അത്യന്തം നാടകീയവും അസാധാരണവുമായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ യൂത്ത് കോൺഗ്രസ് സമരവും പോലീസിന്റെ നടപടിയും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിച്ചപ്പോൾ തന്നെ പ്രവർത്തകർ പ്രകോപിതരായി. വഴിയരികിൽ കണ്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നവകേരള സദസ്സിന്റെയും ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു തകർത്തുകൊണ്ട് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക്. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യവേ അടിക്ക് തിരിച്ചടിയെന്ന വി.ഡി. സതീശന്റെ പ്രഖ്യാപനം. പോലീസ് കേസെടുക്കാതെ ഈ ക്രിമിനലുകളെ രക്ഷിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കും. ഞങ്ങൾക്കും പറ്റും. ഈ അടിച്ച ആളുകളെയൊക്കെ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് പറ്റും. പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് വി.ഡി. സതീശൻ മടങ്ങിയതിനു പിന്നാലെ ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകരുടെ ശ്രമം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ പ്രതിരോധവുമായി പ്രവർത്തകർ. പോലീസിന് നേരെ വ്യാപക കല്ലേറും അതിക്രമവും. ലാത്തി പിടിച്ചുവാങ്ങിയും പോലീസിന്റെ ഷീൽഡുകൾ അടിച്ചു തകർത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ പരമാവധി പ്രകോപിപ്പിച്ചു. എന്നിട്ടും സംയമനം കൈവിടാത്ത പോലീസിനെയാണ് ഇന്ന് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ കണ്ടത്. പോലീസുകാർക്ക് പരിക്കേറ്റതോടെ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ഒടുവിൽ പോലീസ് ലാത്തി വീശി. വനിതാ പ്രവർത്തകരെ പുരുഷ പോലീസുകാർ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച യൂത്ത് കോൺഗ്രസുകാർ വീണ്ടും പോലീസിനെതിരെ തിരിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ തുണിമേ പിടിച്ചിട്ടുള്ള പോലീസുകാരൻ അവന്മാരെ കണ്ടിട്ടേ ഇനി ഞങ്ങൾ പോകുന്നുള്ളൂ. അതിനകത്തൊരു തർക്കവും വേണ്ട. SFI-കാരൻ സമരം ചെയ്യുമ്പോൾ ഒരു സമീപനം, ഞങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ വേണ്ടി ഞാൻ പോയത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ പലരെയും നേതൃത്വം ബലപ്രയോഗത്തിലൂടെ മോചിപ്പിച്ചു. ഇതിനിടെ പോലീസ് വാഹനങ്ങളും തല്ലിത്തകർത്തു. DCC ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നടത്തിയ ശ്രമം വീണ്ടും സംഘർഷത്തിനിടയാക്കി. ഏറെ നേരത്തെ പിരിമുറുക്കത്തിന് ശേഷം 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. നവകേരള സദസ്സ് തലസ്ഥാന ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങളോടുള്ള ഭരണപക്ഷ യുവജന സംഘടനകളുടെ സമീപനവും ശ്രദ്ധേയമായിരിക്കും. ചുരുക്കത്തിൽ വരും ദിവസങ്ങൾ തലസ്ഥാന നഗരം സമരമുഖരിതമായിരിക്കുമെന്ന് വ്യക്തം. ടീം 24 തിരുവനന്തപുരം.
പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചുകളിൽ സംഘർഷം. കൊച്ചി, കോഴിക്കോട്, തൃശൂർ എന്നിവിടങ്ങളിൽ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. എറണാകുളം കമ്മീഷണർ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ സമരം അക്രമാസക്തമായി. പോലീസിന്റെ ലാത്തിയും സമരക്കാർ പിടിച്ചുവാങ്ങി. കോഴിക്കോട് കൊയിലാണ്ടി സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലായിരുന്നു സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ കോൺഗ്രസ് പ്രവർത്തകന് പരുക്കേറ്റു. കേരളത്തിലെ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. നിങ്ങളെ നയിക്കേണ്ടത് IPCയും CRPCയുമാണ്. നിങ്ങളെ നയിക്കേണ്ടത് ദാസ് ക്യാപിറ്റൽ അല്ല. നിങ്ങളെ നയിക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിൽ നിന്നുള്ള തിട്ടൂരമല്ല നിങ്ങളെ നയിക്കേണ്ടത്. കോട്ടയം, വയനാട് ജില്ലകളിലെ പോലീസ് സ്റ്റേഷൻ മാർച്ചും സംഘർഷഭരിതമായിരുന്നു. കൊച്ചി. യൂത്ത് കോൺഗ്രസ് സമരത്തിന് പിന്നാലെ CPIM കോൺഗ്രസ് വാക്പോര്. കോൺഗ്രസ് കലാപത്തിനാണ് ശ്രമിക്കുന്നതെന്ന് CPIM ആരോപിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾക്ക് വർക്കലയിലെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി മറുപടി നൽകി. കണ്ണിന് കണ്ണ് എന്ന തരത്തിൽ CPIMനെ നേരിടാനാണ് തീരുമാനമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ ഡൽഹിയിൽ പ്രതികരിച്ചു. നവകേരള സദസ്സിനെതിരായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷം നേർക്കുനേർ പോർവിളിയായി മാറി. മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗത്തിന് നവകേരള വേദിയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. യൂത്ത് കോൺഗ്രസിനെ അതിന്റെ പ്രതാപകാലത്ത് പോലും ഭയപ്പെട്ടിട്ടില്ലെന്ന് പിണറായി വിജയൻ. പലതവണയല്ലേ അടിക്കണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ മാനസികാവസ്ഥക്ക് പറ്റിയതെന്ന് സ്വാഭാവികമായി ചിന്തിച്ചു പോകില്ലേ? ഏത് പ്രതാപത്തിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസിനാണെ ഭയപ്പെടുത്താൻ കഴിയുന്നത്? അതുകൊണ്ട് വല്ലാതെ മേലിനടിക്കാൻ പുറപ്പെടേണ്ട. അടിക്ക് തിരിച്ചടി എന്ന് പ്രസംഗിച്ച VD സതീശൻ തിരിച്ചടിക്കാൻ മറുഭാഗത്തും ആളുണ്ടെന്നോർക്കണമെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. VD സതീശന്റെ നേതൃത്വത്തിൽ കലാപമുണ്ടാക്കാനാണ് യൂത്ത് കോൺഗ്രസുകാർ ശ്രമിച്ചതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. ഒരു സംഘർഷവും ഉണ്ടായില്ല. അവിടെ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ VD സതീശന്റെ നേതൃത്വത്തിൽ കലാപം നടത്താനുള്ള ശ്രമം നടത്തിയത്. യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അവർ കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ണിന് കണ്ണ് എന്ന തരത്തിൽ CPIMനെ നേരിടാനാണ് തീരുമാനമെന്ന് പ്രഖ്യാപിച്ച KPCC അധ്യക്ഷൻ K. സുധാകരൻ പോലീസിനെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. പോലീസ് CPIMന്റെ ഗുണ്ടകളായി മാറി. നീതിബോധം നഷ്ടപ്പെട്ടു. DGPയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും K. സുധാകരൻ. CPIMന്റെ ഭൃത്യന്മാരെ പോലെയാണ് പോലീസ്. പോലീസിന് ന്യായമില്ല, നീതിയില്ല, നീതിബോധമില്ല. CPIMന്റെ ഗുണ്ടാ സംഘമായി കേരളത്തിലെ പോലീസിലെ വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ മാറിയിരിക്കുന്നു. അതിന്റെ പോരായ്മയാണ് ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അടിക്ക് തിരിച്ചടി എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന വൈകാരിക പ്രതികരണമാണെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല സമരം ചെയ്തവരെ പോലീസ് ഭീകരമായി മർദ്ദിച്ചെന്ന ആരോപണം ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് 24.
ഗവർണർക്കും സംഘപരിവാറിനും അനുകൂലമായ കെ സുധാകരന്റെയും എം ഹസന്റെയും പ്രസ്താവനകളിൽ കോൺഗ്രസിൽ അതൃപ്തി. വിവാദ പ്രസ്താവനകൾ പാർട്ടിയെ വെട്ടിലാക്കുകയും എതിരാളികൾക്ക് ആയുധം നൽകുകയും ചെയ്തു എന്നാണ് വിമർശനം. കെ സുധാകരന്റെയും എം ഹസന്റെയും നിലപാട് KSU തള്ളി. സെനറ്റ് നിയമനത്തിൽ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെയും എം ഹസന്റെയും പ്രസ്താവന പാർട്ടിയെ വെട്ടിലാക്കിയെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ നടത്തിയ പ്രസ്താവന പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി. കെ സുധാകരൻ പ്രസ്താവന തിരുത്തിയതിന് പിന്നാലെയാണ് മുന്നണി കൺവീനറും സമാനമായ പ്രസ്താവന നടത്തിയത്. വിഷയം CPIM ആയുധമാക്കുകയും ചെയ്തു. മുന്നണിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും ഇത് വഴിവെച്ചുവെന്നാണ് വിമർശനം. കെ സുധാകരൻ പറഞ്ഞതിൽ അവ്യക്തതയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തു. അത് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തു. അദ്ദേഹം അത് തിരുത്തി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സെനറ്റിലേക്ക് ABVP പ്രവർത്തകരെ തിരികെ കയറ്റുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം അത് യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ പാടുള്ളതല്ല. ഇത് ABVPക്കാരെ അവിടെ തിരികെ കയറ്റി വെച്ചത് വലിയ തെറ്റാണ് എന്ന് ഞങ്ങൾ തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നുണ്ട്. ചികിത്സാർത്ഥം കെ സുധാകരന് അവധി നൽകി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൽക്കാലികമായി നിയമനം നടത്തണമെന്നും കോൺഗ്രസിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. 24 തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുത്തിരുന്നു. അദ്ദേഹത്തെ 1-ാം പ്രതിയാക്കിയാണ് കേസ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്നുണ്ട്. ഞാൻ പേടിച്ചു പോയെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണം എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വരുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം എത്താം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുകൂലമായ പ്രസ്താവനയെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്തോളാമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. സംഘപരിവാറിനെ അനുകൂലിച്ചു എന്ന വിമർശനം കെ സുധാകരൻ തന്നെ നിഷേധിച്ചിട്ടുണ്ടെന്നായിരുന്നു ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. ഗവർണർ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കിയാൽ അതിനൊപ്പം ഒറ്റ കോൺഗ്രസുകാരനെ കാണില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഏത് തലത്തിലും eye to an eye, hand to a hand, we are ready for fight against CPM. CPMന്റെ ഭൃത്യന്മാരെ പോലെയാണ് പോലീസ്. പോലീസിന് ന്യായമില്ല, നീതിയില്ല, നീതിബോധമില്ല. CPMന്റെ ഗുണ്ടാസംഘമായി കേരളത്തിലെ പോലീസിലെ വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ മാറിയിരിക്കുന്നു. അതിന്റെ പോരായ്മയാണ് ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പോലീസിനെ കയറൂരി വിട്ടിട്ട് സംഹാര താണ്ഡവമാടാനുള്ള ലൈസൻസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തെ മൊത്തം ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ ആക്കി ഭീകരാക്രമണത്തിലേക്ക് പോലീസിനെ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈം ന്യൂസിലേക്ക് തിരികെ. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ 1-ാം പ്രതിയാക്കിയതിനോട് പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞാൻ പേടിച്ചു പോയെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണമെന്ന് VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അല്ലമീനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ. അല്ലമീൻ, നമ്മൾ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്ന നേരത്തെ കിട്ടിയിരുന്നില്ല. ഇപ്പോൾ FB പോസ്റ്റിലൂടെ പ്രതികരണം വരുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത് അല്ലമീൻ? ഒറ്റവാക്കിലൊരു പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് ഈ കേസെടുത്ത നടപടിയിൽ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. ഞാൻ പേടിച്ചു പോയി എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്ക് എന്നുള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെ 1-ാം പ്രതിയാക്കി കേസെടുത്തു എന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ സ്ക്രീൻഷോട്ട് കൂടി ഷെയർ ചെയ്തിട്ടാണ് അതിന് മുകളിൽ ഞാൻ പേടിച്ചു പോയെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണം എന്നൊരു വരി കൂടി അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ പ്രതിപക്ഷ നേതാവിനെ 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് കന്റോൺമെന്റ് പോലീസ്. അതിനുള്ള പ്രതികരണമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മുമ്പൊരിക്കലും സമാനമായ രീതിയിൽ വിജിലൻസ് കേസ് നടപടിയിലേക്ക് സർക്കാർ കടന്നപ്പോഴും ഇതേ പ്രതികരണമാണ് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. താൻ പേടിച്ചു പോയി എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണം എന്നുള്ള ഒരു പ്രതികരണം വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ടും സമാനമായ പ്രതികരണമാണ് സതീശൻ നടത്തിയത്. ഇപ്പോൾ മറ്റൊരു കേസ് വന്നപ്പോഴും അതേ പ്രതികരണം സതീശൻ നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ നാളെ വിശദമായ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന നേതാവാണ് പ്രതിപക്ഷ നേതാവ്. അടിക്ക് തിരിച്ചടി എന്നുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയും ചെയ്തു. സമരത്തിലുടനീളം പ്രവർത്തകർക്ക് ആവേശം പകർന്ന് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇന്നത്തെ ഈ അക്രമ സംഭവങ്ങളിൽ പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള കേസുകളിൽ 30ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ 1-ാം പ്രതിയായി പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേസെടുത്ത പോലീസിന്റെ നടപടി തന്നെ ഭയപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചേക്കണമെന്നുള്ള പ്രതികരണമാണ് ഫേസ്ബുക്കിലൂടെ സതീശൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒറ്റ വരിയിലുള്ള ഒരു പരിഹാസം, അത് മുഖ്യമന്ത്രിക്കെതിരെയാണ്. അല്ലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിണതപ്രജ്ഞനാണെന്ന സ്പീക്കർ AN ഷംസീറിന്റെ പ്രസ്താവന തിരുത്തി മന്ത്രി V ശിവൻകുട്ടി. സംസ്കാരമുള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്ന പ്രയോഗമല്ല ഗവർണറിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. സ്പീക്കറുടെ പ്രസ്താവനയ്ക്കെതിരെ DYFIയും രംഗത്തെത്തി.
സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിന് ഉടൻ അവസാനമുണ്ടാകുമെന്ന് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു സ്പീക്കർ എൻ ഷംസീറിന്റെ പ്രസ്താവന. വിദ്യാർത്ഥികളും ഗവർണറും തമ്മിൽ തെരുവ് യുദ്ധം നടത്തേണ്ട സ്ഥലമല്ല കേരളമെന്ന് പറഞ്ഞ സ്പീക്കർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിണിതപ്രജ്ഞനാണെന്നും കൂട്ടിച്ചേർത്തു. ഗവർണർ വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും പരിണിതപ്രജ്ഞനല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ തിരുത്ത്. വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ കാരണം ഗവർണറുടെ ഏകാധിപത്യ നിലപാടുകളും പരാമർശങ്ങളുമാണ്. മുഖ്യമന്ത്രിക്കെതിരെ മോശം പദപ്രയോഗങ്ങൾ നടത്തിയ വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മന്ത്രി വി ശിവൻകുട്ടി സ്പീക്കറെ ഓർമ്മപ്പെടുത്തുന്നു. ഗവർണർ നിലവാരമില്ലാത്ത ആളാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പ്രതികരിച്ചു. കണ്ണൂരിനെ ക്രിമിനലുകളുടെ നാടാണെന്നും SFI ക്രിമിനലുകളും ഗുണ്ടകളാണെന്നും ഒക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ അക്രമങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന, സംഘപരിവാരത്തിന് വേണ്ടി കേരളത്തെ പരുവപ്പെടുത്തി കൊടുക്കാൻ പരിശ്രമിക്കുന്ന ഗവർണറെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഡിവൈഎഫ്ഐക്കില്ല. ഗവർണർക്കെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളാണ് SFIയും നേരത്തെ ഉന്നയിച്ചത്. 24 കൊല്ലം. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. ക്രിമിനൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന ബില്ലുകൾ ലോക്സഭ പാസാക്കി. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിച്ചട്ടം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമാണ് പുതിയ ബില്ലുകൾ. ശിക്ഷയല്ല, നീതി നടപ്പാക്കലാണ് നിയമ ഭേദഗതിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. കൂട്ട നടപടി നേരിടുന്ന പ്രതിപക്ഷത്തിന്റെ ശുഷ്കമായ നിരയെ സാക്ഷിയാക്കിയായിരുന്നു നടപടികൾ. भारतीय नागरिक सुरक्षा द्वितीय संहिता 2023 प्रश्न है कि विधेयक पर विचार किया जाए. जो सदस्य इसके पक्ष में हाँ कहें, जो सदस्य विरोध में ना कहें. मेरे विचार में निर्णय हाँ वालों के पक्ष में विधेयक पर विचार करने तो प्रस्ताव स्वीकृत किया गया. अब सभा विधेयक पर खंडवार विचार करेगी. 2 ദിവസങ്ങളിലായി നീണ്ടുനിന്ന ചർച്ചകൾ ഉപസംഹരിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറഞ്ഞു. നിയമങ്ങളാണ് ഒരു രാജ്യത്തെ ക്രമപ്പെടുത്തുന്നത്. കൊളോണിയൽ ശിക്ഷാ നിയമങ്ങൾ ദേശീയ നിയമങ്ങൾക്ക് വഴിമാറുമ്പോൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പ്രതിപക്ഷാംഗങ്ങളുടെ സസ്പെൻഷന്റെ പശ്ചാത്തലത്തിൽ ശുഷ്കമായിരുന്നു ചർച്ചാവേളയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ സാന്നിധ്യം. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ സംഹിത ബില്ലുകൾ ആണ് ലോക്സഭ പാസാക്കിയത്. IPC, CRPC, എവിഡൻസ് ആക്ടുകൾക്ക് പകരമായാണ് ബില്ലുകൾ. ലോക്സഭയിൽ പാസായ ബില്ലുകൾ നാളെ രാജ്യസഭയിൽ അവതരിപ്പിക്കും. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഉപരാഷ്ട്രപതി കൂടിയായ രാജ്യസഭാ ചെയർമാനെ അപമാനിച്ചു എന്ന ആരോപണത്തിൽ പ്രതികരിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കാത്തതിൽ കോൺഗ്രസിനെ ഉപരാഷ്ട്രപതി വിമർശിച്ചു. തൃണമൂൽ അംഗം കല്യാൺ ബാനർജിയും കോൺഗ്രസ് അംഗം രാഹുൽ ഗാന്ധി നടത്തിയ പ്രവൃത്തി സഭയുടെ അന്തസ്സ് കെടുത്തിയതായി രാജ്യസഭാ ചെയർമാൻ ആരോപിച്ചു. വിഷയത്തിൽ മല്ലികാർജ്ജുൻ ഖർഗെ രൂക്ഷമായാണ് രാജ്യസഭാ ചെയർമാൻ വിമർശിച്ചത്. ഏറ്റവും മോശമായ പ്രവൃത്തി നടന്നിട്ടും ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത ഖർഗെയുടെ നടപടി ഞെട്ടിക്കുന്നതാണ് എന്ന് ജഗദീപ് ധൻഖർ പറഞ്ഞു. സഭയിൽ ഇന്നും സസ്പെൻഷനുണ്ടായി. കേരളത്തിൽ നിന്നുള്ള CPIM പ്രതിനിധി AM ആരിഫിനെയും കേരള കോൺഗ്രസ് പ്രതിനിധി തോമസ് ചാഴികാടനെയുമാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തത്. പ്രതിപക്ഷാംഗങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉയർത്തിക്കാണിക്കാനുള്ള നീക്കത്തിൽ സഖ്യത്തിനകത്ത് ഭിന്നാഭിപ്രായം. ഖർഗെയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ച CPIM രാജ്യസഭാ അംഗത്തെ തള്ളി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്തെത്തി. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചയാൾ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നായിരുന്നു സീതാറാം യെച്ചൂരിയുടെ ചോദ്യം. ഖർഗെയെ പിന്തുണയ്ക്കുന്നതിൽ നിതീഷ് കുമാറിനും അതൃപ്തിയുണ്ട്. പഞ്ചാബിലെ ആം ആദ്മി ഘടകത്തിനും ഖർഗെക്കെതിരായ സ്വരങ്ങൾ ഉയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ചർച്ചകൾ വേണ്ടെന്ന തീരുമാനത്തിൽ തന്നെയാണ് സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ. ഇനി ശബരിമല വാർത്തകൾ. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുന്നു. ഭക്തരുടെ ക്യൂ മരക്കൂട്ടം വരെ നീണ്ട ദിവസമാണ്. മണിക്കൂറുകൾ കാത്തുനിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തുന്നത്. ഇതോടെ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചു. മണ്ഡലപൂജ അടുക്കവേ സന്നിധാനത്തേക്കുള്ള ഭക്തജനപ്രവാഹം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. വെർച്വൽ ക്യൂവിലൂടെയും സ്പോട്ട് ബുക്കിംഗിലൂടെയും കാനനപാതകൾ വഴിയുമായി 80,000-ലധികം പേർ ഇന്നു മാത്രം ദർശനം നടത്തി. മണിക്കൂറിൽ 4,000-ഓളം ഭക്തർ 18-ാം പടി ചവിട്ടുന്നുമുണ്ട്. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള കർശന നിയന്ത്രണങ്ങൾക്ക് ശേഷമാണ് തീർത്ഥാടകർ സന്നിധാനത്തെത്തുന്നത്. പ്രവൃത്തി ദിനമാണെങ്കിലും കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയ ദിനങ്ങളാണ് കടന്നുപോകുന്നത്. നാളെയും 90,000 പേർ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനിടെ അപ്പാച്ചിമേട്ടിൽ തീർത്ഥാടകൻ ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണ് മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി ദണ്ഡപാണിയാണ് മരിച്ചത്. നീലിമലയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവ് താഴ്ചയിലേക്ക് ചാടി. പാലക്കാട് സ്വദേശി കോമന്റെ ഇരുകാലുകൾക്കും പരിക്കേറ്റു.
സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലുമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഇതുവരെ 1,10,200 രൂപ പിഴയായി ഈടാക്കി. രാത്രിയിൽ ദർശനം നടത്തുന്ന ഭക്തർ വിരിവെച്ച് സന്നിധാനത്ത് തുടരുന്നത് നേരിയ പ്രതിസന്ധിയാണ്. പമ്പയിൽ നിന്നും കൂടുതൽ ആളുകൾ മല കയറണമെങ്കിൽ ഇവിടെയുള്ള ഭക്തർ മലയിറങ്ങണം. കൂടുതൽ വേഗത്തിൽ ഭക്തരെ മലയിറക്കാനുള്ള പരിശ്രമത്തിലാണ് പോലീസും ഉള്ളത്. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ നീക്കവുമായി ഇസ്രയേൽ. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അടിയന്തര വെടിനിർത്തലിനാണ് നീക്കം. ചർച്ചകൾക്കായി ഹമാസ് മേധാവി ഈജിപ്തിലെത്തി. അടിയന്തര വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അറിയിച്ചു. ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ ഇരുവിഭാഗവും സമവായത്തിലെത്തിയാൽ 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന അടിയന്തര വെടിനിർത്തൽ ഉണ്ടാകും. ഇസ്രായേലും ഹമാസും കടുംപിടുത്തം ഉപേക്ഷിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ തവണ വെടിനിർത്തൽ കരാർ പ്രകാരം ഒരു ദിവസം 10-ലേറെ ബന്ദികളെയാണ് ഹമാസ് വിട്ടയച്ചത്. ശേഷിക്കുന്ന ബന്ദികളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചത്. അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള UN സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നാളെ ഉണ്ടാകും. വടക്കൻ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 46 പേർ കൊല്ലപ്പെട്ടു. റഫേലുണ്ടായ ആക്രമണത്തിൽ ആരാധനാലയവും നിരവധി വീടുകളും തകർന്നു. ഗസയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും പട്ടിണിയിൽ വലയുകയാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന ആശങ്കയറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.